ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചേനയും ചെറുപയറിൻ്റെയും തോരനാണ്. ആദ്യം ചേനയെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഞാൻ മൈക്രോവേവ് ചെയ്ത് സ്റ്റീം ചെയ്യാൻ അറൗണ്ട് 12 മിനിറ്റ്സ് മൈക്രോവേവ് ചെയ്തു ഉപ്പ് ഇട്ടിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യണേ. അടച്ചു വെച്ച് സ്റ്റീം ചെയ്താൽ അത് വേവത്തുള്ളൂ. പിന്നെ ഇച്ചിരി ചെറുപയറിൽ മഞ്ഞളും ഉപ്പും ഇട്ട് അത് പ്രഷർ കുക്ക് ചെയ്യണം. അന്നേരം അത് അന്നേരത്തേക്ക് നമ്മുടെ ചേനയെല്ലാം വെന്ത് വരും. 10 മിനിറ്റ് 12 മിനിറ്റ് ആയി കാണും. അന്നേരം അത് വെന്തു. പിന്നെ ഇച്ചിരി തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾ എല്ലാം കൂടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് ഞാൻ സാധാരണ ഡ്രൈ ഗ്രൈൻഡറില്ല, ആ ഡ്രൈ ഗ്രൈൻഡറിലൊന്ന് കറക്കിയെടുക്കും. അന്നേരം അത് കറക്കിയെടുത്ത് പിന്നെ കടുക് വറക്കാനുള്ളത് കടുക്, മഞ്ഞൾ ഞാൻ അറിയാതെ തൊട്ടതാണ്, മുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ കടുക് വറക്കാനുള്ള സാധനം. അന്നേരം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കടുകിടണം. ചെറിയ 1 സ്പൂണോ 2 സ്പൂൺ കടുക് 2 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകൾ പതുക്കെ അതിൻ്റെ കൂടെ ഇടണം. അന്നേരം കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് വെച്ചേക്കുന്ന അതെടുത്ത് ഇടണം. അത് ചൂടായി കഴിയുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതങ്ങോട്ടിടും. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇച്ചിരി കറിവേപ്പില ഇടും. കറിവേപ്പില നേരത്തെ ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിത് ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളും ഫ്ലെയിം ലോ ആക്കിയിട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് അതും കൂടെ ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങുമല്ലോ. അന്നേരം നമ്മൾ ചെറുപയർ വെന്തത് അതിൻ്റെ അകത്തോട്ട് ഇടണം. ചെറുപയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച് മൈക്രോവേവിൽ വേവിച്ച് വെച്ച ചേനയുണ്ടല്ലോ, ചേന ചെറുതായിട്ടായിരുന്നു അരിഞ്ഞ് ഞാൻ മൈക്രോവേവ് ചെയ്ത്.